What's up guys, FING Tech. ഇന്നത്തെ വീഡിയോയിൽ പ്രൈവസി റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മുടെ കസ്റ്റം ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺസ് ഉണ്ട്, അതായത് MIUI പോലുള്ള കസ്റ്റം റോംസ് വരുന്ന സ്മാർട്ട് ഫോൺസ്. അതിലൊക്കെ പേഴ്സണലൈസ് ആഡ് റെക്കമെൻഡേഷൻസ് വരാറുണ്ട്. ഓഫ് കോഴ്സ് സിസ്റ്റം ആപ്ലിക്കേഷൻസിലാണ് ഈ പേഴ്സണലൈസ് ആഡ് റെക്കമെൻഡേഷൻ വരുന്നത്. ഈവൻ ഗൂഗിൾ പോലും പറയാറുണ്ട് അവർ പ്രൈവസി എക്സ്ട്രീംലി ഓഫർ ചെയ്യുന്നു എന്ന്. ആ പോയിൻ്റ് അവിടെ നിലനിൽക്കെ നിങ്ങൾ ഗൂഗിളിൽ കയറുക, ഗൂഗിൾ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്ത് ഒരു വെബ് ബ്രൗസറിൽ കയറി ലോഗിൻ ചെയ്തിട്ട് നിങ്ങളുടെ ആക്ടിവിറ്റീസ് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അവിടെ കാണാൻ സാധിക്കും യൂട്യൂബിൽ നിങ്ങൾ ഏത് വീഡിയോ എത്ര മണിക്ക് കണ്ടു എന്ന്, അതോടൊപ്പം തന്നെ ഏത് ആപ്ലിക്കേഷൻസ് എപ്പോൾ ഓപ്പൺ ചെയ്തു, ഓരോ പാക്കേജസ്, അതായത് ആപ്ലിക്കേഷൻസിൻ്റെ പാക്കേജസ് എപ്പോൾ ഓപ്പൺ ചെയ്തു എന്നുൾപ്പെടെ എല്ലാം ലോഗ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ പലപ്പോഴും ആ ഇഷ്യൂസൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി നോൺ ഗൂഗിൾ ഫോൺസ് ലോഞ്ച് ചെയ്യാറുണ്ട് ചില ഡെവലപ്പേഴ്സ്. ചില ആൾക്കാരൊക്കെ ഡെവലപ്പ് ചെയ്തിറക്കാറുണ്ട്. അപ്പോൾ നിലവിൽ നമ്മുടെ സാഹചര്യത്തിൽ നമ്മൾ ഗൂഗിൾ അല്ലാതെ വേറെ പ്രോഡക്റ്റ്സ് ഒന്നും യൂസ് ചെയ്യാൻ നിലവിലൊട്ടനേകം പോകുന്നില്ല. അപ്പോൾ അതിൻ്റെ കൺവീനിയൻസിനായിട്ട് നമുക്ക് സിസ്റ്റം ആപ്ലിക്കേഷൻസിൽ എങ്ങനെ ഡേറ്റ കൺസപ്ഷൻ ഒഴിവാക്കാം, അതായത് കസ്റ്റമായിട്ട് ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷന് ഡേറ്റ ആക്സസ് ഓഫ് ചെയ്തിടാൻ പറ്റും, അതായത് മൊബൈൽ ഡേറ്റയും വൈഫൈ. ആ ഒരു ഓപ്ഷൻ ഓഫ് കോഴ്സ് നമ്മുടെ നെറ്റ്വർക്ക് ആക്സസിൽ പോയിട്ട് പെർമിഷൻ ഡിനൈ ചെയ്ത് കൊടുത്താൽ മതിയാകുമോ എന്ന് ഒരു ചോദ്യം വരുന്നുണ്ട്. പക്ഷേ അത് ക്രീപ്പി മെക്കാനിസംസ് മൂലം ഓട്ടോമാറ്റിക്കലി വീണ്ടും എനേബിൾ ആകാറുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ആപ്ലിക്കേഷൻസ് ഇന്ന് പരിചയപ്പെടാം. ഒരു ഫയർവാളായിട്ട് ആക്ട് ചെയ്യുന്ന രണ്ട് ആപ്ലിക്കേഷൻസാണ്. ടോപ്പ് 5 ആപ്ലിക്കേഷൻസിലെ 1ഉം 2ഉം ആപ്ലിക്കേഷൻസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ആപ്ലിക്കേഷൻസ് ഫ്രീ ആണ്. അതോടൊപ്പം തന്നെ ആഡ് ട്രാഫിക് നമുക്ക് മാറ്റാൻ സാധിക്കും. അത് തന്നെയല്ല VPNൽ നമ്മൾ റിലേ ചെയ്യേണ്ട കാര്യമില്ല, ഫോണിലൊരു VPNൽ റിലേ ചെയ്യേണ്ട കാര്യം. അധികം ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. നമുക്ക് നേരെ ആപ്ലിക്കേഷൻസ് ഏതാണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നോ റൂട്ട് ഫയർവാളാണ്. അപ്പോൾ ഇവിടെ ഓട്ടോ സ്റ്റാർട്ട് ഓൺ ബൂട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ സ്റ്റാർട്ട് എന്നൊരു ബട്ടണും ക്ലിക്ക് ചെയ്യാൻ സാധിക്കും. അതായത് നമ്മൾ വെനെവർ ഡേറ്റ ആക്സസ് ചെയ്യുമ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ ഒരു VPN കണക്ഷൻ ഉണ്ട്. ആ VPN കണക്ഷൻ വഴി മാത്രമാകും നമ്മുടെ ഡേറ്റ ട്രാഫിക് ആവുക, അതായത് ഡേറ്റ ചാനലൈസ് ചെയ്യുക. സോ അതുകൊണ്ട് എക്സ്ട്രീംലി സെക്യൂർ ചാനലായിരിക്കും ലഭിക്കുക. പിന്നെ ഇവിടെ ആപ്സ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ കാണാൻ സാധിക്കും. അവിടെ ഇപ്പോൾ ലോഡായി വരുന്നത് കാണാം. സകല ആപ്ലിക്കേഷൻസും നമ്മുടെ ഡിവൈസിലെ ക്യാമറ ആകട്ടെ ഏതൊരു മൊഡ്യൂൾ ആപ്പ് ആയാലും ആ ആപ്ലിക്കേഷനെല്ലാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡേറ്റ ആക്സസ് ബ്ലോക്ക് ചെയ്യാവുന്നതാണ്. അതായത് ഇവിടെ ഗ്രീൻ ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഡേറ്റ ആക്സസ് നമ്മൾ എനേബിൾ ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇവിടെ വൈഫൈ, ഇപ്പോൾ മൊബൈൽ ഡേറ്റയും. അതേസമയം ഇവിടെ റെഡ് ടിക്ക് ക്രോസ് മാർക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് ഡേറ്റ ആക്സസ്. ഇപ്പോൾ നിലവിൽ നമ്മളൊന്നും ചെയ്തിട്ടില്ല, ബ്ലാങ്ക് ആയിട്ട് കിടക്കും. അപ്പോൾ ഇതാണ് ഒരു മെത്തേഡ്, ഒരു ആപ്ലിക്കേഷൻ. അടുത്ത ആപ്ലിക്കേഷൻ ഏതാണെന്ന് നോക്കാം. അടുത്ത ആപ്ലിക്കേഷനാണ് നെറ്റ് ഗാർഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. അപ്പോൾ ഈ ആപ്ലിക്കേഷനിലും നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തതുപോലെ തന്നെ ഓൾ ആപ്ലിക്കേഷൻ, അതായത് നമ്മുടെ ഡിവൈസിലുള്ള സകല ആപ്ലിക്കേഷനും നെറ്റ്വർക്ക് ആക്ടിവിറ്റി ഡിസേബിൾ ചെയ്യാൻ സാധിക്കും. ഇവിടെ സെറ്റിങ്സിൽ പോയിട്ട് നമുക്ക് സിസ്റ്റം ആപ്ലിക്കേഷൻസിനും കംപ്ലീറ്റ്ലി നെറ്റ്വർക്ക് ആക്സസ് ഡിസേബിൾ ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ആഡ് റെക്കമെൻഡേഷൻസ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ നിരവധി യൂസ്ഫുൾ ഫീച്ചേഴ്സ് ഉണ്ട്. സോ എല്ലാവരും ഈ ആപ്ലിക്കേഷൻ ട്രൈ ചെയ്ത് നോക്കുക. ഫ്രീ ആണ്, പേയ്മെൻ്റ് ഒന്നും കൊടുക്കേണ്ട, എക്സ്ട്രീംലി സെക്യൂർ ആണ്. ദാറ്റ്സ് ഓൾ ഗൈസ്. ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. എല്ലാവരും ടേക്ക് കെയർ, ഗുഡ് ബൈ, സീ യു.